പിന്നെ രാവിലെ മുതലേ മഴ പെയ്തോണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ആളൊന്നും ഉണ്ടാവില്ല കണ്ണൂരിൽ. അപ്പൊ ഇത് വൈകുന്നേരം കണ്ണൂരൊക്കെ വന്നാ എല്ലാ പ്രാവശ്യം വരുന്ന പോലെ തന്നെ നോക്കുമ്പോ നല്ല തിരക്കാ. ഇന്നത്തെ ദിവസം നിങ്ങള് ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒപ്പം പുറത്ത് പോയിട്ട് എല്ലാവരും ടൗണിൽ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് വൻ നഷ്ടം ശരിക്കും. ഇതുപോലത്തെ ഓണം വിഷുവിനൊക്കെ ശരിക്കും നമ്മൾ ഫാമിലി ആയിട്ട് ഇന്ന് തലേന്നത്തെ ദിവസം കംപ്ലീറ്റ് ടൗണിലെല്ലാം വന്ന് ഷോപ്പിംഗ് ചെയ്ത് ഇതുപോലത്തെ ഫെയറിലെല്ലാം ഒന്ന് കയറണം. ഒരു പ്രത്യേക വൈബാ. ആ നാട്ടിലുള്ള സമയത്തിന് ഞാൻ തലേന്ന് ദിവസം വരും വൈകുന്നേരം ആകുമ്പോൾ. ശരിക്കും ഉച്ചയ്ക്ക് ഞാൻ വരുത്തുണ്ട്. ഇന്ന് മഴ പെയ്തുകൊണ്ട് ഞാൻ പിന്നെ വൈകുന്നേരം ആക്കി. ഇത് കണ്ണൂർ ഫെയർ, സ്റ്റേഡിയത്തിലുള്ള ഫെയർ 150 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീ കയറാൻ. അതൊക്കെ അടിപൊളിയാണ്. കുട്ടി ഓണം കഴിഞ്ഞിട്ടും ഉണ്ട്. അപ്പൊ എന്തായാലും ഒന്ന് വരുക. പിന്നെ നല്ല മഴ ചെയ്തുകൊണ്ട് ആൾക്കാരെല്ലാം കുറവാന്ന് വിചാരിച്ചു. നോക്കുമ്പോ അങ്ങനെയൊന്നല്ല, കംപ്ലീറ്റ് പാർക്കിങ്ങെല്ലാം ഫുള്ളാ. 150 റുപ്യ എടുത്തിട്ട് നമ്മള് ട്രെയിനിന്റെ അകത്തേക്ക് പോകണം. വരുമ്പോ തന്നെ ഇങ്ങനെ ഇതിന്റെ കവാടം കണ്ടില്ലേ ഇങ്ങനെ ഇതിന്റെ അകത്തേക്ക് പോകുന്ന വഴി. അകത്ത് AC ആട്ടോ, അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഒരുപാട് ഫോട്ടോസ് എടുക്കാം നമുക്ക് ഇവിടെ വന്നാല്. ഹെലികോപ്റ്ററിന്റെ മോഡലിലാക്കിയതാ. ഫ്ലവേഴ്സ് ആണ്, ഫ്ലവേഴ്സ് അല്ല. മോശമൊന്നുമില്ല. AC ആണ് അകത്ത്. ഈ ഒരു സെക്ഷന് പിന്നെ ഇവിടെ ആനിമൽസും ബേർഡ്സും ഒക്കെയാണ്. ഇതെല്ലാം ഒറിജിനലാണ്. അതുപോലെ ബേർഡ്സ് ഉണ്ട്. ലവ് ബേർഡ്സ്. നമ്മുടെ പെറ്റ് സ്റ്റേഷനിൽ പോയാൽ നമുക്ക് നമ്മുടെ കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കാം. അതിന് 50 രൂപയാണ് ചാർജ്. ഈ സെക്ഷനിൽ പൊതുവെ പോലെ തന്നെ ഒരുപാട് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കംപ്ലീറ്റ് ടോയ്സും അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ്. ഫാൻസി ഐറ്റംസ്. ഒരുപാട് ഫുഡ് ഐറ്റംസാണ്, ബേക്കറി പാക്കറ്റ് ഐറ്റംസ് അല്ലോ. ഇത് നമ്മുടെ അവസാനം നമ്മൾ ഈ ഫുഡ് കോർട്ടിലെത്തും. എല്ലാം കണ്ട് കഴിഞ്ഞിട്ടാകുമ്പോ ഈ 5 റിങ്ങിന് 50 റുപ്യ. ഇത് നമ്മൾ റെന്റ് കിട്ടുന്ന ഏതാണോ അത് നമുക്ക് കിട്ടും. നോക്കാം ഏതാ കിട്ടുമെന്ന്. ആദ്യത്തെ റിങ് എറിഞ്ഞ് നോക്കാം ഏതാ കിട്ടുമോ നോക്കട്ടെ. അത് പോയി. രണ്ടാമത്തെ അതിലൊന്നും കിട്ടിയില്ല. അത് കംപ്ലീറ്റ് ലോസ് ആയി. 50 റുപ്യ.
ഒരുപാട് ഗെയിം ഉണ്ട്. എന്നാ പിന്നെ പൈസ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇത് കണ്ടോ, ഇതാണ് സ്കൈഡൈന്. ഞാൻ ഇതിന്റെ അകത്ത് ഇല്ല, ഓപ്പണില്ല. അകത്ത് കയറിയത് ഇതിലൊക്കെയാണ്. അപ്പൊ ഇത് ക്ലോസാണ്. എന്താ വെതർ കണ്ടീഷൻ മോശമായിട്ടായിരിക്കും തോന്നുന്നു, മഴ തോന്നുന്നു. ഞാൻ ചോദിച്ചു അവരോട് ഇത് ഉണ്ടോ, അപ്പാന്ന് പറഞ്ഞിട്ടാ കയറി. നോക്കുമ്പോ ഇതില്ല. 130 അടി ഹൈറ്റ് സൈഡ് പോവാ. 150 വേർത്താന്ന് വെച്ചാല് ആദ്യത്തെ ഈ ഗാർഡനും കാര്യങ്ങളിലും വലിയ മോശമൊന്നുമില്ല, കുഴപ്പമില്ല. ഫോട്ടോ എടുക്കാം. പിന്നെ ബാക്കിയെല്ലാം പൊതുവെ ഉള്ളത് തന്നെയാ, അത്രയും ഇല്ല. സാധാരണ ഇല്ലത്രയും ഇതൊന്നും ഇല്ല, എക്സ്പോ ഒന്നും ഇല്ല. പിന്നെ സ്കൈഡൈനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കയറി നോക്കും, പിന്നെ അതൊന്നും ഇല്ല. ആദ്യമേ പിന്നെ ഞാൻ ചോദിച്ചു അവരോട് ആദ്യമേ അതില്ലേ ഇല്ലേന്ന്. മഴ പെയ്തുകൊണ്ട് ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. എന്നിട്ട് അതൊന്നും ഇല്ല. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നവരുണ്ടെങ്കിൽ അത് ശരിക്കൊന്ന് കൺഫേം ആക്കിയിട്ട് അകത്തേക്ക് കയറുന്നതാണ് നല്ലത്. ഇത് കണ്ടോ, ആ വണ്ടി എടുത്ത് പോയി കൊണ്ടുപോയി കംപ്ലീറ്റ് പൂവെല്ലാം നിരത്തി ചാടിയത്. പോലീസ് വന്നോണ്ട് രക്ഷപ്പെട്ടു. എന്നാലും അല്ല, അയാളെ പൂവെല്ലാം പോയി. കേട്ടില്ലേ, ഇപ്പൊ സമയം ഏകദേശം 11 മണി കഴിയാനായി. പിന്നെ ഇതിന്റെ കണ്ണൂർ ടൗണിൽ തിരക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ മഴ വന്നാലും മലയാളിക്ക് ഓണം എന്ന് പറഞ്ഞ ഒരു ഉത്സവം തന്നെയാണ്. ഇനിയും ആ തിരക്കൊന്നും പോയിട്ടില്ല. ഇപ്പൊ ആൾക്കാർ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന